ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 17ാമത്തെ പേജ് നമ്പർ വരെയാണ് എടുത്തത്. ഇനി എടുക്കാൻ പോകുന്നത് അടുത്ത 18ാമത്തെ പേജാണ്. ഫിംഗർ പെയിന്റിങ്സ്, അതായത് നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച് ചിത്രങ്ങൾ നിർമ്മിക്കാനാണ് ഇതിൽ പറയുന്നത്. വിരൽ ചായത്തിൽ മുക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇതേപോലത്തെ ചിത്രങ്ങൾ വരയ്ക്കാനാണ് പറയുന്നത്. ഇനി ഇതിൽ ഇതെത്ര എണ്ണ? ഇതൊന്ന് എണ്ണി നോക്കിയേ. ഇത് 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1 എന്ന് എഴുതണം. അതുപോലെ 1, 4, 5, 2, 3 എന്ന് എഴുതിയിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അതിനനുസരിച്ച് 3 നമ്പർ അല്ലെ? അപ്പൊ 3 പിക്ചേഴ്സിൽ ഇതിൽ വരയ്ക്കാം. ലെറ്റ്സ് ഡ്രോ ദ വേംസ് ആൻഡ് റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 5. അപ്പൊ 1 to 5 വരെ എഴുതണം. നമ്മൾ എന്ത് ചെയ്യണം? വേംസിനെ, പുഴുവിനെ വരയ്ക്കുകയും വേണം. അപ്പൊ പുഴുവിനെ എങ്ങനെ വരയ്ക്കുക? അതിൽ എത്ര പുഴു വരും? 3, കാരണം ഇവിടെ 3 ആണ്. ഇവിടെ 2 വേംസ് വരും, ഇവിടെ 5 വേംസ്, ഇവിടെ 4 വേംസ് വരും. അപ്പൊ നമ്മുടെ വിരൽ എന്ത് ചെയ്യണം? പെയിന്റിങ്ങിൽ ഡിപ്പ് ചെയ്തിട്ട് വരയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ലുക്ക് ആൻഡ് ടെൽ. നോക്കൂ പറയൂ. നോക്കൂ പറയൂ. ലുക്ക് ആൻഡ് ടെൽ. See the picture. Say what all things you see. അപ്പൊ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയാനാണ് പറയുന്നത്. Among the chicks there's a big one. അപ്പൊ കോഴികളുടെ കൂട്ടത്തിൽ ഒരു വലിയ കോഴിയുണ്ട്. അപ്പൊ ചിക്സിന്റെ കൂട്ടത്തിൽ എന്തുണ്ട്? ഒരു വലിയൊരു ചിക്ക് ഉണ്ട്. ഏതാണ്? ഇനി ഡക്കിന് നോക്കുകയാണെങ്കിൽ എത്ര ഡക്ക് ഉണ്ടാവും? ഇതിൽ ഏതാ ചിക്ക്, ഏതാ ഡക്ക്? ഇതാണ് ഡക്ക് അല്ലെ? ഇതാണ് ചിക്ക്. അപ്പൊ ചിക്കിന്റെ കൂട്ടത്തിൽ എത്ര ചിക്ക് ഉണ്ട്? ഏറ്റവും വലുത് ബിഗ് 1 ആണുള്ളത്. ഇനി ഡക്കിന്റെ കൂട്ടത്തില് 2 ഡക്സ്. ബിഗ് 2 ഡക്ക്. ഓക്കെ, വലിയതാ ചോദിച്ചേക്കണേ, എത്ര ബിഗ് ഉണ്ടെന്നാ ചോദിക്കുന്നത്. അപ്പൊ 2 ഡക്ക് ഉണ്ട്. പിന്നെ എത്ര ചിക്ക് ഉണ്ട് ബിഗ് ആയിട്ടുള്ളത്? ആകെ 1. ബാക്കിയുള്ളതൊക്കെ എന്താ? സ്മോൾ ആണ്. ഇനി ഇൻ ദ ഫ്ലോക്ക്, കൂട്ടം കൂടിയാൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ കൂട്ടലും കുറയ്ക്കലും ഒക്കെ പഠിക്കാൻ പോവാണ് കേട്ടോ. See the picture, say and write. നമുക്ക് ഇവിടെ ഒരു പിക്ചർ കാണാണ്ട് ഇല്ലേ? ഇപ്പൊ ടീച്ചറുടെ കേഴ്സർ നീങ്ങുന്നതിനനുസരിച്ച് ഒന്ന് നോക്കുമായിരിക്കും നമുക്ക് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഇൻ ഫ്രണ്ട് ഓഫ് ദ മദർ ഡക്ക്. അപ്പൊ മദർ ഡക്കിന്റെ ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ടില്, മുന്നില്. എത്ര ലിറ്റിൽ ഡക്സ് ഉണ്ട് എന്നാണ് എണ്ണേണ്ടത്. അപ്പൊ കുട്ടികളെ കൊണ്ട് എണ്ണിപ്പിക്കണം, കുട്ടികൾ എണ്ണി പറയണം. ഓക്കെ, അപ്പൊ 1, 2 എത്ര എണ്ണ? 1, 2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ബോക്സില് എന്തെന്ന് എഴുതണം? 2. എവിടെ? ഇൻ ഫ്രണ്ട് ഓഫ് മദർ ഡക്ക്. മദർ ഡക്കിന്റെ ഫ്രണ്ടില് എത്ര കുഞ്ഞേ ഡക്സ് ആണ്? ലിറ്റിൽ ഡക്സ് ആണ് ഉള്ളത്. എത്രയാ? 1, 2. ഇനി അടുത്ത് ചോദിച്ചിട്ടുണ്ട് അറ്റ് ഹെർ ബാക്ക് ലിറ്റിൽ ഡക്സ്. അപ്പൊ ബാക്കില്, അവളുടെ ബാക്കിൽ എത്ര ഡക്സ് ഉണ്ട്? അതാണ് ഇവിടെ എഴുതേണ്ടത്. എത്രയാ? 1, 2, 3. എത്ര ഡക്കാണ്? 3 ഡക്ക്. അപ്പോ 2ഉം 3ഉം 2 and 3 make 5 duck. ഈ ഡക്കുകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 5 ഡക്കാണ്. നമുക്ക് എണ്ണി നോക്കാം. അവര് ചിലപ്പോ തെറ്റി പറഞ്ഞതാവൂലേ? നോക്കാം. 1, 2, 3, 4, 5. ശരിയാണല്ലേ അവര് പറഞ്ഞത്? അപ്പൊ 2ഉം 3ഉം കൂട്ടിയാൽ 5 ഡക്ക് കിട്ടും. 1, 2, 3, 4, 5. നമുക്കൊരു സംശയം വരണം, നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ എണ്ണി നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കിട്ടും. മനസ്സിലായോ? ഓക്കെ. 2 ducklings walked ahead to get beside their mother's side. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? പിന്നില് 3 ഉണ്ട്. പക്ഷെ ഈ ഡക്ലിങ്സ് നടന്നിട്ട് എന്ത് ചെയ്തു? 2 കുഞ്ഞ് ഒപ്പെത്തി. അതായത് ഡക്കിന്റെ ഒപ്പം 2 ആൾ എത്തി. ബാക്കി ഒരാൾ എന്തായി? ബാക്കിലായി. 2 ആള് മുന്നിലുണ്ടെന്ന് പറഞ്ഞു, 3 ആള് പിന്നിലാണെന്ന് പറഞ്ഞു. പക്ഷെ വേഗത ഉള്ളത് കൊണ്ട് 2 ആള് നടന്ന് സൈഡിലെത്തി അമ്മയുടെ. അപ്പൊ എത്ര ഡക്ലിങ്സ് ഫ്രണ്ടിലുണ്ട്? ഫ്രണ്ടിൽ എത്ര ഡക്ലിങ്സ് ഉണ്ട്? 1, 2. ഇനി
അലോങ് സൈഡ്. അലോങ് സൈഡ് എന്ന് പറഞ്ഞ എന്താണ്? സൈഡില്. അലോങ് സൈഡ് എന്ന് പറഞ്ഞാൽ സൈഡിലാണ് കേട്ടോ. അലോങ് സൈഡ് എന്ന് പറഞ്ഞാൽ സൈഡില്. 1 2. എത്ര ആൾക്കാരുണ്ട്? 2 എണ്ണം. സോറി, ഇവിടെയാണ് 2 എണ്ണം സൈഡില്. ഇനി ബാക്കിൽ എത്ര പേരുണ്ട്? ഇനി ബാക്കിൽ ആരുണ്ട്? ഒരാളും കൂടെ ഉള്ളു. ആൾക്കൊന്നും നടന്നെത്തിക്കൂടെ അല്ലേ? അപ്പൊ ബാക്കിൽ ഒരാള് ബാക്കി, അയാള് 1. ഇപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വെക്കൂ. 2 2 1. എത്ര മേക്കാവും? 2 2 1. 2 + 2 + 1 എത്രയാ? 5. എത്ര കിട്ടും? 5. Two ducklings with the mother walked ahead. അപ്പൊ എന്താണ്? 2 താറാക്കുഞ്ഞുങ്ങള് മുന്നിലെത്തി. നടന്നാണ് അവര് മുന്നിലെത്തി. അപ്പൊ മുന്നില് 2 ആളും കൂടെ എത്ര ഉണ്ടാവും? ഇൻ ഫ്രണ്ടില് 4. അപ്പൊ ബിഹൈൻഡിൽ എത്ര ആയിരിക്കും? 1. അപ്പൊ 4 1 make 5. എത്രയാണ്? 5. കിട്ടിയോ? ഇതുവരെ കിട്ടിയില്ലേ? ഇതൊക്കെ നമ്മൾ എണ്ണി പഠിക്കണം. 2ഉം 3ഉം ചേർന്നാൽ 5 ആണ്. അതാണ് ഇത് നമുക്ക് കിട്ടുന്നത്. 2ഉം 3ഉം ചേർന്നാൽ 5. 2ഉം 2ഉം 1ഉം ചേർന്നാൽ 5. 4ഉം 1ഉം ചേർന്നാൽ 5. കേട്ടോ? അപ്പൊ 5ന് നമുക്ക് ഇങ്ങനെയൊക്കെ തിരിച്ചെഴുതാമെന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. 4ഉം 1ഉം 5 ആണ്. 2 + 2 + 1 5 ആണ്. 3 + 2 5 തന്നെ. 2 + 3 5 തന്നെ. മനസ്സിലായോ? നമ്മള് അടുത്ത പേജിലോട്ട് വന്നിരിക്കുകയാണ്. എന്താണ്? ഇതില് നമ്മൾ പഠിച്ച ആൾക്കാരില്ലേ? അമലും ഇമയും തിത്തിരിയും. തിത്തിരി അവരുടെ ഫ്രണ്ടായി. അപ്പൊ എന്താണ്? തിത്തിരിക്ക് തിത്തിരിയുടെ അമ്മേനെ കാണിച്ചു കൊടുക്കണം. അതുവരെ ഇവരുടെ അപ്പമാരുണ്ടാവും, തിത്തിരി ഉണ്ടാവും. അമൽ, ഇമ ആൻഡ് തിത്തിരി റീച്ച്ഡ് ദ ഗാർഡൻ. അപ്പോ അമലും തിത്തിരിയും ഇമയൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് എത്തി. ഗാർഡനിലേക്ക് എത്തി. നല്ല ഭംഗിയുണ്ടല്ലേ ഗാർഡൻ കാണാൻ? എന്തൊക്കെ ഉണ്ട് ഇവിടെ? നമുക്ക് എണ്ണി നോക്കാം, കണ്ടു നോക്കാം, പഠിക്കാം. കൗണ്ട് ആൻഡ് റൈറ്റ്. ഇതില് നമ്മൾക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് ഇല്ലേ? ചിത്രങ്ങള്, കുറച്ച് പൂക്കളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ടോ? ഉണ്ട്. ഇതെന്താണ്? ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം വയലറ്റ് നിറത്തില് കാണാനായിട്ട് പറ്റും. ശംഖുപുഷ്പത്തിന്റെ ഇംഗ്ലീഷ് പേര് ബ്ലൂ പീസ് എന്ന് പറയും. ബ്ലൂ പീസ്. ഓക്കെ. അപ്പൊ ഈ ചിത്രം നോക്കിയിട്ടേ എത്ര ബ്ലൂ പീസ് ഉണ്ട് എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. കൗണ്ട് ആൻഡ് റൈറ്റ്. എണ്ണണം. നമ്മൾ 5 വരെ എണ്ണ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതൊന്ന് എണ്ണി നോക്കാം. 1 2 3 4. എത്ര എണ്ണ ഉണ്ട് ബ്ലൂ പീസ്? 4. ഇതെന്താണ്? താമര പറയും. വൈറ്റ് ലില്ലീസ്. വൈറ്റ് ലില്ലീസ്. ആമ്പൽ. ഓക്കെ. വെള്ളാമ്പൽ. വൈറ്റ് ലില്ലീസ് പറഞ്ഞ വെള്ളാമ്പൽ. എത്ര എണ്ണം ഉണ്ട് നോക്കിയൊക്കെ. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട് 5 വരെയാണ് പഠിച്ചിട്ടുള്ളത് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ 1 2 3 4 5. 5 വൈറ്റ് ലില്ലീസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ഷൂ ഫ്ലവർ എന്ന് പറഞ്ഞ നമ്മുടെ ചെമ്പരത്തി. ഷൂ ഫ്ലവർ എത്ര എണ്ണ? 1. എത്ര എണ്ണം? 1. ഇതെന്താ? മേരി ഗോൾഡ്. നമ്മുടെ ജമന്തി കണ്ടുണ്ടോ? ചെണ്ടുമല്ലി കണ്ടുണ്ടോ? അത് നമ്മുടെ ഓണത്തിനൊക്കെ നമ്മള് പൂക്കളം ഇടും. അപ്പൊ എത്ര മേരി ഉള്ളത്? മേരി ഗോൾഡ് 1 2 2. പിന്നെന്താ ഉള്ളത്? മുക്കുറ്റി. മുക്കുറ്റീനെ ഇംഗ്ലീഷിലും മുക്കുറ്റി തന്നെ പറയാ. ഏത് നിറാണ്? ഗോൾഡൻ യെല്ലോ കളറാണ്. അപ്പൊ അതെത്ര ഉണ്ട്? മുക്കുറ്റി 1 2 3. മുക്കുറ്റി എത്ര എണ്ണം ഉണ്ട്? 3. എഴുതാൻ പറ്റുമോ നോക്കട്ടെ ഞാന്. മുക്കുറ്റി 3 ആണുള്ളത്. മുക്കുറ്റി
3. Let's sing and song. നമുക്കൊരു പാട്ട് പാടിയാലോ? പാടാ. ഓക്കെ, എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇരിക്കണം കേട്ടോ, എന്നാലാണ് പാട്ട് പാടാൻ പറ്റുള്ളൂ. One shoe flower pretty and red. One ഷൂ ഫ്ലവർ എന്താ? ചെമ്പരത്തി. ചന്തത്തിൽ ചുവപ്പുള്ള ചെമ്പരത്തി ഒന്ന്. പ്രറ്റി ആൻഡ് റെഡ്, ചന്തമുള്ള. പ്രറ്റി, റെഡ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം. അപ്പൊ വൺ ഷൂ ഫ്ലവർ പ്രറ്റി ആൻഡ് റെഡ്. അപ്പൊ ചെമ്പരത്തി എന്താണ്? നല്ല പ്രറ്റി ആയിട്ട് നല്ല ചന്തമുള്ള ചുവപ്പ് നിറത്തിലുള്ള പ്രറ്റി ആൻഡ് റെഡ് ഫ്ലവർ ആണ് ആര്? ഷൂ ഫ്ലവർ. ടു മേരി ഗോൾഡ്സ് ഓറഞ്ച് കളേർഡ്. അപ്പൊ 2 ചെണ്ടുമല്ലി ഓറഞ്ച് നിറത്തിലുള്ളത്. പിന്നെന്താണ്? 3 മുക്കിറ്റീസ് ഗോൾഡൻ യെല്ലോ. അപ്പൊ ഒരു സ്വർണ്ണ നിറം, മഞ്ഞ നിറത്തിലുള്ള ഒരു ഗോൾഡൻ യെല്ലോ ആണ് മഞ്ഞ നിറം എന്ന് പറയാ. അതായത് സ്വർണ്ണ കളറുള്ള മുക്കുറ്റീസ് എത്ര എണ്ണാണ്? 3 എണ്ണം. 3. അഴകുള്ള കരിനീല ശംഖ് പുഷ്പം 4. 4 ബ്ലൂ പീസ്. സോ ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുള്ള 4 ബ്ലൂ പീസ് ഉണ്ട്. പിന്നെന്താണ്? വൈറ്റ് ലില്ലീസ് ഓൺ ദ പോണ്ട്. അപ്പൊ വെള്ളത്തില് പൊങ്ങി നിൽക്കുന്നത് ആരാണ്? വൈറ്റ് ലില്ലീസ്. 5 വൈറ്റ് ലില്ലീസ് ഓൺ ദ പോണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കുക, എന്നിട്ട് എഴുതുക. എത്ര എണ്ണാണുള്ളത്? ഷൂ ഫ്ലവർ എത്ര ഉണ്ട്? 1. ഇതൊക്കെ എഴുതണം കേട്ടോ. ഇനി മാരിഗോൾഡ് എത്ര ഉണ്ട്? 2. മുക്കുറ്റീസ് 1, 2, 3. ഇവിടെ അവരെ എന്ത് എഴുതിണ്ട്? വേർഡ്സിൽ എഴുതിണ്ട്. നമ്മൾ ജസ്റ്റ് കൗണ്ട് ചെയ്ത് എഴുതിയാൽ മതി. മനസ്സിലായോ? ഓക്കെ. ഇത് 4. ടീച്ചർ പറഞ്ഞല്ലോ, ടീച്ചർക്ക് കുറച്ചൊരു ഇത് ബുദ്ധിമുട്ട് വരും മൗസ് കൊണ്ടാക്കണ കാരണം. ഇനി വാട്ടർ ലില്ലീസ്, വൈറ്റ് ലില്ലീസ് എത്ര എണ്ണ? 5. കിട്ടിയില്ലേ? അടുത്ത പേജ്. ഫ്രണ്ട്സ്, റയാൻ ആൻഡ് ആവണി ആർ കമ്മിങ്. ലെറ്റ് ഷോ ദം തിത്തിരി. അപ്പൊ ഇത് അമലാണ്. അമല് പറയാണ് റയാനും ആവണിയും വരുന്നുണ്ട്. അപ്പൊ ഈമ പറയാ നമുക്ക് തിത്തിരിനെ കാണിച്ചു കൊടുക്കാം, തിത്തിരിയെ കാണിച്ചു കൊടുക്കാം. റയാൻ ആൻഡ് ആവണി കെയിം ടു സീ തിത്തിരി. ഐ കാൺട് സീ ഹെർ, ലെറ്റ് മീ ഫീൽ ഹെർ. അപ്പോ ആരൊക്കെയാ തന്നെ? റയാനും ആവണിയും വരുന്നുണ്ട്. അപ്പൊ റയാൻ എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. അവളെ തൊട്ട് നോക്കാനേ അറിയാൻ പറ്റുള്ളൂ. ഹി കെയർസ്ഡ് തിത്തിരി. അവൻ തിത്തിരിയെ തൊട്ട് നോക്കി. കെയർസ്ഡ് പറഞ്ഞാൽ തൊട്ട് നോക്കുക. സോ സ്മൂത്ത് ഹി സെഡ്. നല്ല മിനുസം. കിളികളെ തൊട്ടിട്ടുണ്ടോ നിങ്ങള്? തൊട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നല്ല മിനുസായിരിക്കും. അമൽ ബോട്ട് സം ടോയ്സ് ടു പ്ലേ. ദേ ഗ്രൂപ്പ്ഡ് സിമിലർ ടോയ്സ്. അപ്പൊ അമല് വന്നിട്ടുണ്ട്. അമല് വന്നിട്ടുണ്ടോ? അമല് ഇവിടെ ഉള്ളതല്ലേ? അമല് കുറച്ച് ടോയ്സ് വാങ്ങി, കളിപ്പാട്ടങ്ങള്. എന്നിട്ട് അവിടെ ഒരുപോലെയുള്ള ടോയ്സിനെ അവര് കൂട്ടങ്ങളാക്കി, ഒരേപോലെയുള്ളത്. ഇതിൽ എന്തൊക്കെ ഉണ്ട് നോക്കി നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ടോയ്സ് ആർ എലൈക്ക്? ഒരേ എണ്ണമുള്ള ടോയ്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോപ്പ്, പമ്പരം. ഇതില് പമ്പരം ഉണ്ടോ? ടോപ്പ് ഉണ്ടോ? ഉണ്ട്. എത്ര എണ്ണ ഉള്ളത്? 1, 2. ഇതാണ് കേട്ടോ പമ്പരം. റെഡ് കളർ എടുക്കാം. ഇതാണ് കേട്ടോ പമ്പരം. കണ്ടോ? ഞാന് വട്ടടാം, നമുക്ക് മനസ്സിലാവൂല പമ്പരം ഏതാണ്. ഇതാണ് പമ്പരം. കണ്ടാ? ടോപ്പ് എന്ന് പറയും. അത് എത്ര എണ്ണാണ്? 2 എണ്ണം. ടോയ് ട്രക്ക് ഇതിലുണ്ടോ? ടോയ് ട്രക്ക് ഉണ്ട്. പിന്നെന്തുണ്ട്? ഡ്രം ഏതാ? ചെണ്ടേനാണ് ഡ്രം എന്ന് പറയാ. ഡ്രം എത്ര എണ്ണം ഉണ്ട്? 1 എണ്ണം. അപ്പൊ ഡ്രം നമുക്ക് 1 എണ്ണം എഴുതാം. ബാറ്റ് എത്ര എണ്ണം ഉണ്ട്? 1, 2. ഷട്ടിൽ ബാറ്റ് തന്നെയല്ലേ? ഓക്കെ. 4, 2. വിസില് 1, 2, 3, 4, 5.
5 വിസില്. ഇനി റോബോട്ട് 1 2 എത്രണ്ണം 2. ഇനി ബോൾ എത്രണ്ണം ഉണ്ട് 1 2 3 ബോൾസ്. എത്ര ബോൾസാ 3 ബോൾസ്. ഇനി ടോയ് ട്രക്ക് 1 2 2 ടോയ് ട്രക്ക്. ഇനി എണ്ണാനുള്ളത്, അതായത് വാട്ട് മോർ ടു കൗണ്ട്. ഇനി ഏതാ എണ്ണാനുള്ളത്? ഏതൊക്കെ എണ്ണാനുണ്ട്? ഈ ഡോളിനെ എണ്ണീട്ടില്ല അല്ലെ. ഡോൾ എണ്ണീട്ടില്ല, കാർ എണ്ണീട്ടില്ല, ഒന്നും എണ്ണീട്ടില്ല. നമുക്ക് എണ്ണണം അതൊക്കെ. അത് എഴുതുക. ഹൗ മെനി എത്ര എണ്ണം, എത്ര എണ്ണം ഉണ്ട്? ഡിഡ് എവരി വൺ റൈറ്റ് ദ സെയിം നമ്പർ? നിങ്ങൾ എല്ലാവരും ഒരേതാണോ എഴുതിയുള്ളത്? ഏതൊക്കെ ഉണ്ട് ഇനി? 1 2 റോബോട്ട് നമ്മൾ എഴുതിട്ടോ. അതൊന്ന് വട്ടട്ട് വെക്കുക. ബോൾ എഴുതി, ചെണ്ട അതായത് ഡ്രം സ്റ്റിക്ക് എഴുതി, ഡ്രം എഴുതി, ബാറ്റ് എഴുതി. ഇതൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ എഴുതിയതാണ്, അതുകൊണ്ട് അതൊക്കെ വരച്ച് വയ്ക്കാം. ഇനി 1 2 3 4 5. ഇനി 5 എണ്ണം കൂടിയാണ് ഉള്ളത്. 5 കൊടുക്കുക. ഇനി ഏതൊക്കെ ഉണ്ട്? ടോയ്സ്, അതായത് ഡോളുണ്ട്, പിന്നെ കാർസും ഉണ്ട്. അപ്പൊ അത് എഴുതാം. ഡോള് ഇത് ഓയാണ്. അമ്മമാരൊന്ന് ശ്രദ്ധിക്കണം. ഡോളും കാറും. നമ്മളിവിടെ എഴുതുമ്പോഴേ കുറച്ചിങ്ങനെ ആയി പോവാണ്, സോറി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ എണ്ണാണോ കിട്ടിയതെന്ന് കുട്ടികളെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുക. ഇനി തൊട്ട് നോക്കി എഴുതാം. ഫീൽ ആൻഡ് റൈറ്റ്. ഹൗ ഡു വി റൈറ്റ് 1? 1 എന്ന് എങ്ങനെ എഴുതും? അതിനൊരു പാട്ടുണ്ട്. There's a song for it. അതിനൊരു പാട്ടുണ്ട്. 1 എന്ന് എങ്ങനെ എഴുതും? How do we write 1? This is how we write 1. 1 എങ്ങനെ എഴുതാം? 1 ഇങ്ങനെ എഴുതാം. No curve, no turn. ഒരു വളവും വേണ്ട, തിരിവും വേണ്ട. No slant, no bend. ഒരു ചെരിവുമില്ല, തിരിവുമില്ല, കുനിവുമില്ല. Short, a little line. ഒരു കുത്തനെയുള്ള ഒരു വരയാണ്. കുറിയ വര, that means short and straight. ഷോർട്ട് ചെറിയ വരയാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വരയാണ്. That's a nice one. All for one, one for all. ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി. അത് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു സോങ് ആണ്. അപ്പൊ 1 എന്ന് എങ്ങനെ എഴുതാ? ഒരു ഷോർട്ട് ആയിട്ടുള്ള, ഒരു ലിറ്റിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ആണ് എന്ത് 1 എന്ന് പറയുന്നത്. ഇനി 2 എന്ന് എഴുതാൻ, to write 2, just feel this picture. അപ്പൊ അതെന്താണ്? എന്ത് പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്? റയാൻ മൂവ്ഡ് ഹിസ് ഫിംഗർ ഓൺ ദ സാൻഡ് പേപ്പർ കാർഡ്. അപ്പൊ സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ മണല് കൊണ്ടുള്ള ഒരു പേപ്പർ കാർഡാണ്. അപ്പൊ അതിലൂടെ ഇങ്ങനെ വിരൽ ഓടിച്ചപ്പോ എന്താണ്? അമലിന് അത് മനസ്സിലായി. അമലല്ല, റയാന് മനസ്സിലായി. ഓക്കെ ഇമ്മ, ഐ ഗോട്ട് ഇറ്റ് നൗ. എനിക്ക് മനസ്സിലായി. 2. അപ്പൊ 1 എന്ന് പറഞ്ഞപ്പോ അവന് മനസ്സിലായി. 2 എന്നെങ്ങനെ എഴുതാ? ആ മണലിലൂടെ വരച്ചപ്പോ. ഓക്കെ, ഇനി അടുത്തത് ഇതാരാ? ഇത് ഇഷ്ടപ്പെട്ട? They heard a bird crying outside. They went to the garden. അപ്പോ ഒരു കിളിയുടെ കരച്ചില് കേട്ടു. ആര്? നമ്മുടെ ഇമയും അമലും. മൈ ഡിയർ, ദേ തിത്തിരി കിളിയുടെ അമ്മ ഇരിക്കുന്നു. ഹിയേഴ്സ് യുവർ മാം. അമല് പറഞ്ഞു, ദാ നിന്റെ അമ്മ. അപ്പോ തിത്തിരി കിളി, മമ്മി. നമ്മുടെ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷാവൂലേ? അമ്മ അങ്ങോട്ട് വിളിയിടും. തിത്തിരി വാസ് ബോത്ത് ഹാപ്പി ആൻഡ് സാഡ്. ഐ വിൽ കം ടുമോറോ, ബൈ. അപ്പോ തിത്തിരി കിളി എന്താണ്? സന്തോഷമായി. ബോത്ത് ഹാപ്പി ആൻഡ് സാഡ്. കാരണം എന്താണ്? ഇവരുടെ ഒപ്പം കളിച്ചപ്പോ നല്ല സന്തോഷമായി. സന്തോഷം ഉണ്ടായി, സങ്കടമായി. കാരണം അവരെ വിട്ട് പോകണല്ലോ. അപ്പൊ നമുക്ക് നാളെ കാണാന്ന് പറഞ്ഞിട്ട് തിത്തിരി പോയി വീട്ടിലേക്ക്. ലുക്ക് അറ്റ് ദ നമ്പർ ഇൻ ഈച്ച് ഫ്ലവർ. ഡ്രോ ദ സെയിം നമ്പർ ഓഫ് ലീവ്സ്. അപ്പോ
നമുക്ക് ഇതിൽ കുറച്ച് ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാനുള്ളതാണ്, കുട്ടികൾ ചെയ്യണം. ഫ്ലവേഴ്സ് തന്നിട്ടുണ്ടല്ലേ, അതില് നമ്പേഴ്സും എഴുതിയിട്ടുണ്ട്. ഒരു ഫ്ലവറിന് ലീഫൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ 2 എന്ന് എഴുതിയിട്ട് 2 ലീഫ് വരച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെത്രയാ 5 എന്നാണ് എഴുതിയേക്കണത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 5 ലീഫ് വരയ്ക്കണം. ഇവിടെ എത്ര വരയ്ക്കണം? 5 ലീവ്സ്. എത്രയാ? 1, 2. മക്കൾക്ക് വരയ്ക്കാൻ പറ്റണ പോലെ വരയ്ക്കുക. 4, 5. അതുപോലെ എന്ത് ചെയ്യണം? ഇതിലൊക്കെ വരയ്ക്കണം. ഇത് 4 ആണല്ലോ, അപ്പൊ 4 ലീഫ് വരയ്ക്കുക. ഇതൊക്കെ ഹോംവർക്കാണ്, ഇതൊക്കെ ചെയ്യണം ഇരുന്നിട്ട് കേട്ടോ. ഇനി 3 എങ്ങനെ വരയ്ക്കുക? 3 3 അവിടെ ലീഫ് വരച്ച് ചേർക്കുക. വിച്ച് ആർ ദ ഗ്രൂപ്പ്സ് വിത്ത് ദ സെയിം നമ്പർ? സർക്കിൾ ദം. എന്താ ഇതിൽ പറഞ്ഞേക്കണേ? സെയിം നമ്പർ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതൊക്കെയാന്ന് വരച്ച് ചേർക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലെ ഒരേ എണ്ണത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇതാരാണ്? കുറച്ച് ബേർഡ്സ് നിൽക്കുന്നുണ്ട് അല്ലേ? 1, 2, 3, 4. ഇത് സെയിം ആണ്. 1, 2, 3, 4 ഇതും സെയിം ആണ്. അപ്പൊ ഈ 2 കൂട്ടങ്ങളാണ് സെയിം ആയിട്ടുള്ളത്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തത് വന്നിരിക്കുന്നത് ലെറ്റ്സ് കളർ കൊടുക്കാം. കൗണ്ട് ദ ബേർഡ്സ് ആൻഡ് കളർ. അപ്പൊ ഇതില് എത്ര ബേർഡ്സ് ഉണ്ട് അതിനനുസരിച്ച് ആ ബോക്സിലുള്ള കളറാണ് കൊടുക്കുന്നത്. ഇപ്പൊ 1 ആണെങ്കിൽ എന്ത് ചെയ്യണം നമ്മള്? 1 ആണെങ്കിൽ ആ വയലറ്റ് കളർ കൊടുക്കുക. 2 ആണെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കുക എല്ലാ ബേർഡ്സിനും. 3 ആണെങ്കിൽ ആ കളർ കൊടുക്കുക. അങ്ങനെ കളറുകൾ കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇതുപോലെ എഴുതണം. എത്ര എണ്ണം ഉണ്ട്? ബേർഡ്സ് ഓഫ് വിച്ച് കളർ ആർ ദ മോസ്റ്റ്. ഏത് കളറാണ് കൂടുതൽ, ഏത് ബേർഡ്സിന്റെ ആണെന്ന്. ഓക്കെ, അതുപോലെ ചെയ്യാം.